എല്ലാവർക്കും വായന ദിനാശംസകൾ. ഇന്നത്തെ വായന ദിനത്തിൽ 2026 ഈ ഒരു 6 മാസത്തിനിടയിൽ ഞാൻ വായിച്ച അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 12 പുസ്തകങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പുസ്തകം മനോജ് കുറൂർ എഴുതിയ നിലം പൂത്തു മലർന്ന നാൾ എന്ന് പറയുന്ന നോവലാണിത്. സംഘകാല സംസ്കാരവും സംഘകാല ജീവിതവും ഒക്കെ പറയുന്ന ഒരു മനോഹരമായ രചനകളിൽ ഒന്നാണ് ഈ പുസ്തകം നിലം പൂത്തു മലർന്ന നാൾ. അടുത്തത് വി ഷിനിലാലിന്റെ സമ്പർക്കക്രാന്തിയാണ്. ഇതൊരു സമ്പർക്കക്രാന്തി എന്ന ട്രെയിനിനെ ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. വളരെ മനോഹരമായ ഒരു നോവലും കൂടിയാണ്. അടുത്തത് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന അരുന്ധതി റോയിയുടെ പുസ്തകമാണ്. ഒരമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധത്തെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ഈ സന്തോഷ് കുമാറിന്റെ അന്ധകാരനഴി എന്ന് പറയുന്ന നോവലാണ്. ഇത് ശിവൻ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയും അതേപോലെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു കവിയുടെ തിരോധാനവും ഒക്കെ ബന്ധപ്പെട്ട് എഴുതിയ ഒരു നോവലാണ്. ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ ഒരു പുസ്തകമാണ്. അടുത്തത് DC ബുക്സിന്റെ സുവർണ ജൂബിലി നോവൽ മത്സരം 2024 പുരസ്കാരം നേടിയ ഷംസുദ്ദീൻ കുട്ടത്തിന്റെ ഇരീച്ചാൽ കാപ്പു എന്ന് പറയുന്ന ഒരു നോവലാണ്. ഇതും നല്ല വായനയാണ്. അടുത്തത് ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ആരും കാണാത്ത യുദ്ധങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ്. എനിക്ക് ചുറ്റും കണ്ട കുറെ മനുഷ്യരുടെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. അടുത്തത് അരുൺ ബാബു ആൻഡോ എഴുതിയ ഉദാപ്ലുത സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലാണിത്. ഇതും നല്ല വായനയാണ്. അടുത്തത് VMA ഗഫൂറിന്റെ അവർ തൊട്ടു നീ തലോടി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇതൊരു ഓർമ്മ കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അടുത്തത് ഒരു ഓർമ്മ പുസ്തകമാണ്. VT പ്രദീപിന്റെ മഴയുടെ ആത്മകഥയിലെ കടൽ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് ഒതളൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമവും അതിലെ മനുഷ്യരും അവരുടെ ഉത്സവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പുസ്തകമാണ്. ഇതും നല്ല ഒരു വായന തരും. അടുത്തത് നിസാർ ഇൽത്തുമിഷിന്റെ നരമുണ്ടോ കേല, ഒരു പാൻ ഇന്ത്യൻ അന്ധവിശ്വാസ യാത്ര എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് യാത്രാ വിവരണമാണ്. ഇതിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പുസ്തകമാണ്. അടുത്തത് SP ശരത്തിന്റെ വരത്ത് പോക്കാണ്. ഉറക്കപ്പിശാചിന് ശേഷം SP ശരത്ത് എഴുതിയ ഒരു ക്ലാസിക് നോവൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. കുറച്ച് ഹൊറർ ടൈപ്പ് ഒക്കെ വായിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വായിക്കാൻ പറ്റുന്ന നോവലാണ്. അടുത്തത് KK കൊച്ചിന്റെ ആത്മകഥയാണ്. ദളിതൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് വായിക്കാൻ പറ്റുന്നവരൊക്കെ വായിക്കണം. കാരണം അത്രയും മനോഹരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല പുസ്തകങ്ങൾ വായിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.